ഹായ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചൗചൗ കൊണ്ടിട്ടുള്ള ഒരു കറിയാണേ. അപ്പോൾ ചൗചൗ എന്തോന്ന് കാണിച്ചു തരാം. ഇതാണ് ചൗചൗ. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു ഇതിന് ഭയങ്കര പുളിയുള്ള എന്തോ ഒരു സാധനമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് നല്ലൊരു കറി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, 2 വെളുത്തുള്ളി കഷ്ണം, പിന്നെ 2 തക്കാളി വേണം, 2 പച്ചമുളക് വേണം. ഇത് 1/4 കപ്പ് തൊമരപ്പരിപ്പ് വേവിച്ച് വെച്ചപ്പോൾ ഇത് 1 കപ്പായിട്ട് തോന്നുന്നതാണേ. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ചൗചൗ കറി വയ്ക്കുന്നതിന് മുമ്പിട്ട് അതിൻ്റെ തൊലി ഒന്ന് ചെത്തി മാറ്റണം. തൊലി ചെത്തുമ്പോൾ ഒരു ചെറിയൊരു കറ പോലെ വരും. അത് നമുക്ക് അരിയുന്നതിന് മുമ്പിട്ട് ഒന്നുകൂടെ കഴുകിയാൽ മതി. ഇതെല്ലാം അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നടുക്ക് വെച്ചിട്ട് ഒന്ന് മുറിക്കാം. ഇപ്പോൾ 2 ഭാഗത്തും ഓരോ അരി പോലെ സാധനമുണ്ട്. അപ്പോൾ അതെടുത്തങ്ങ് മാറ്റണേ. അത് മാറ്റിയ ശേഷം ചെറിയ ക്യൂബ്സായിട്ട് ഇതൊന്ന് അരിഞ്ഞെടുക്കാം. ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കടുകും 1 സ്പൂൺ ഉഴുന്നുപരിപ്പും ചേർത്ത് കൊടുക്കാം. പിന്നീട് വറ്റൽമുളകും ചേർക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള ചേർക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരു 1/4 സ്പൂൺ നല്ല ജീരകം കൂടിയിട്ട് ചേർത്ത് കൊടുക്കണേ. പിന്നീട് പച്ചമുളകും ചേർത്തിട്ട് ഒന്ന് ഇളക്കാം. വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് 1 സ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റും കൂട്ടിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് വാടിയ ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂട്ടിയിട്ട് ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നീട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചൗചവും കൂട്ടിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നീട് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് ഇളക്കേണ്ട. കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ നമുക്ക് പരിപ്പ് വെച്ച വെള്ളം ഇരിപ്പുണ്ട്, അതും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിനി ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിക്കണം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചൗചൗ ഇവിടെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിനകത്ത് തേങ്ങ അരച്ച് ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാമേ. ഞാൻ ചേർത്തിട്ടില്ല. അങ്ങനെ നമ്മളുടെ ചൗചൗ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി, നമസ്കാരം.